യേശു വിളിച്ചിരുന്നു. വാഴിൻ നാളെല്ലാം നാളാ ആരത്തോടെ നീ കഴിക്കുകയോ? വാഴിൻ നാളെല്ലാം നാളാ ആരത്തോടെ നീ കഴിക്കുകയോ? വന്നോടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുവേ. വന്നോടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുവേ. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. കിട്ടിയ വീടും ഇനം പൊരുളും കണ്ടിടുമുറ്റോടുടയവരും. കിട്ടിയ വീടും ഇനം പൊരുളും കണ്ടിടുമുറ്റോടുടയവരും. കൂടുവിട്ടോനെ ജീവൻ പോയാ കൂടെ വരാതെ കൂടുവിട്ടോനെ ജീവൻ പോയാ കൂടെ വരാതെ വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. ഉലകമായ അഴകും സമം അതു നമ്മാതെ മയക്കും നിന്നെ. ഉലകമായ അഴകും സമം അതു നമ്മാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ രക്ഷകരെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിന്റെ രക്ഷകരെ. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. വാനത്തിൻ കീഴെ ഭൂമിയിലെ വാനവനേശു നാമമെന്നേ. വാനത്തിൻ കീഴെ ഭൂമിയിലെ വാനവനേശു നാമമെന്നേ. രക്ഷിപ്പാൻ മാത്രം വേറെയില്ല രക്ഷകനേശു താമരേ. രക്ഷിപ്പാൻ മാത്രം വേറെയില്ല രക്ഷകനേശു താമരേ. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. തീരാത്ത പാപം യാതിയെയും മാറാത്ത എല്ലാ ബലഹീനവും. തീരാത്ത പാപം യാതിയെയും മാറാത്ത എല്ലാ ബലഹീനവും. കൊരകുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തന്നാരിൽ തീരാ. കൊരകുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തന്നാരിൽ തീരാ. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിരുന്നു. സത്യവചനം കേട്ടു നീ വാ നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ നിത്യജീവൻ നിനക്കേകിടുമേ. നിത്യരും ജീവ പുസ്തകത്തിൽ ഉന്നയായി നിത്യരും ജീവ പുസ്തകത്തിൽ ഉന്നയായി
കീഴേ ഭൂമിയിലേ വാനവനേശു നാമമെന്നേ വാനത്തിൻ കീഴേ ഭൂമിയിലേ വാനവനേശു നാമമെന്നേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വരുമേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വരുമേ നല്ല സമയം യേശുവിനെ വരുമേ നല്ല സമയം രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ജീവവചനമെന്ന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പ്രതിസന്ധികളുടെ നടുവിലെ നടത്തിപ്പ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്രഭുകളെ, ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിലും വ്യത്യസ്ത നിലയിലുള്ള പ്രശ്നങ്ങളോ കഷ്ടതകളോ ഒക്കെ നേരിടേണ്ടതായി വരും. എന്നാൽ തങ്ങൾ എങ്ങനെ ആ കഷ്ടനഷ്ട സാഹചര്യങ്ങളെ നേരിടുന്നു എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ളതായ ഒരു വിഷയമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവിലുള്ള ഉറച്ച വിശ്വാസത്തിൽ അതിനെ സമീപിക്കുവാൻ കർത്താവ് തങ്ങളോട് കൂടെയുണ്ടെന്നും ഞങ്ങളിൽ കൂടി കർത്താവിന് മഹത്വം ഉളവാക്കപ്പെടുമെന്നും സാക്ഷ്യപ്പെടുത്തുകയും കൂടിയാണ് നാം ചെയ്യുന്നത്. ദൈവമക്കൾ പ്രതിസന്ധികൾ നേരിടുന്നത് ശക്തമായി ദൈവകൃപയിൽ ആശ്രയിച്ചായിരിക്കണം. അതിനവരെ സഹായിക്കുന്നത് കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണത്. പ്രതിസന്ധി വേളകളിൽ പ്രിയരെ, നിങ്ങൾ തനിച്ചല്ല. കഷ്ടതകളിൽ നിങ്ങൾ തനിച്ചല്ല. രോഗപീഠകളിൽ നിങ്ങൾ തനിച്ചല്ല. ഉപദ്രവങ്ങളിൽ നിങ്ങൾ തനിച്ചല്ല. ഒറ്റപ്പെടലുകളിൽ നിങ്ങൾ തനിച്ചല്ല. ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നമ്മിൽ വിശ്വാസം ഉള്ളതുകൊണ്ട്, നമ്മുടെ കൂടെ കർത്താവ് ഉള്ളതുകൊണ്ട് കഷ്ടങ്ങൾ മാറിപ്പോകുമെന്നല്ല, പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുമെന്നല്ല, നാം അതിനെ തരണം ചെയ്ത് അത്ഭുതകരമായി മറുകര കടക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രതിസന്ധികളും കഷ്ടതകളും നമ്മുടെ മുൻപിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകില്ല. എന്നാൽ ചിലത് പൂർണ്ണമായി തന്നെ മാറിപ്പോകുക തന്നെ ചെയ്യും. വിശ്വാസവീരന്മാരെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് നമ്മെ ആ സത്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങൾ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. നോക്കൂ പ്രിയരെ, ആ വിശ്വാസ വീരന്മാർ കഷ്ടതയുടെ നടുവിൽ കൂടി കർത്താവിനൊപ്പം അവർ യാത്ര ചെയ്ത് വിജയകരമായി സാക്ഷ്യമുയർത്തുവാൻ ഇടയായിത്തീർന്ന അനുഭവത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഭക്തനായ ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ വീഴ്ത്തപ്പെട്ടു. എബ്രായ ബാലന്മാർ തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടു. അപ്പോസ്തലന്മാരൊക്കെ അനേക കഷ്ടങ്ങളിൽ കൂടി, നിരവധി ഉപദ്രവങ്ങളിൽ കൂടി കടന്നുപോയി. ഇവിടെ തീ കെട്ടുപോയില്ല, എന്നാൽ അവർ തീയിൽ നടന്നു. സിംഹങ്ങൾ ചത്തുപോയില്ല, എന്നാൽ സിംഹക്കുഴിയിൽ കഴിയുകയും അത്ഭുതകരമായി ദാനിയേൽ പുറത്തു വരികയും ചെയ്തു. പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചത് യാക്കോബിനെ വെട്ടിക്കൊന്നതുപോലെ കൊല്ലുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ പത്രോസ് കാരാഗൃഹത്തിൽ ശാന്തനായി കിടന്നുറങ്ങി. ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി പത്രോസിനെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നു. തീയെ കെടുത്തി, സിംഹങ്ങളെ കൊന്ന്, വാളൊടിച്ചു കളഞ്ഞ് എന്നൊന്നും ഈ ഭാഗങ്ങളിലൊന്നും നാം വായിക്കുന്നില്ല. തീയുടെ പ്രതിസന്ധികളെ അവർ നേരിട്ട അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു. തീ മുൻപിൽ വെളിപ്പെടുമ്പോൾ
തീയുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകാതെ അതിനെ കർത്താവിനോടൊപ്പം നിന്ന് നേരിടുന്നു. ജയം ദൈവമക്കൾക്ക് അവകാശമാണ് എന്ന് ഈ വിഷയങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന സത്യമല്ലേ? പ്രിയരെ, നാം വിശ്വസിക്കുന്നത്, നാം ആശ്രയിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ വേണ്ടിയല്ല. ഏത് പ്രശ്നവും ഏത് കഷ്ടവുമാണെങ്കിലും അതിനെ അതിധൈര്യത്തോടെ നേരിടുവാൻ വേണ്ടിയുള്ളതാകണം. നമ്മിൽ വെളിപ്പെടേണ്ടത്, നാം അനുഭവിക്കേണ്ടത് ദൈവഹിതമായിരിക്കണം. കഷ്ടത ഒഴിഞ്ഞു പോകുന്നതല്ല, മാറി നടക്കുന്നതല്ല, ക്രിസ്തുവേശുവിൽ കൂടിയുള്ള ജയം. അതിനെ ദൈവാശ്രയത്താൽ നേരിട്ട് നേടുന്നതാണ് ദൈവമഹത്വവും ദൈവത്താലുള്ള ജയവും. നേരിടുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയാണ് ഉത്തമമായത്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ധൈര്യമായി നേരിടുവാനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങൾ നേരിടുന്ന കഷ്ടതകളിൽ നിങ്ങൾ തനിച്ചല്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക. സർവജ്ഞാനിയായ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. അവനെ കൂടെ നിർത്തുമെങ്കിൽ എല്ലാ നാളും അവൻ നിങ്ങളോട് കൂടെയുണ്ടാകും. പ്രതിസന്ധികളിൽ എങ്ങനെയെങ്കിലും വിടുവിക്കപ്പെടുകയോ രക്ഷപ്പെടുകയോ അല്ല, മറിച്ച് സർവശക്തനായ കർത്താവിൻ്റെ കരത്താലുള്ള വിടുതൽ, നടത്തിപ്പ് ലഭ്യമാക്കപ്പെടുകയാണ്. കഷ്ടതകളുടെ നടുവിലും അതിശയകരമായി നടത്തുന്ന കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. കഷ്ടങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനാൽ ഉണ്ടാകുന്ന നഷ്ടവും വേദനകളും മാത്രം നോക്കുന്ന ഒരാൾക്ക് അതിൽ കൂടിയുള്ള ദൈവിക പദ്ധതിയുടെ നടത്തിപ്പിൽ സന്തോഷിക്കുവാനാകുകയില്ല. നാം നേരിടുന്ന പ്രതിസന്ധികളുടെ പുറകിലുള്ള ദൈവ പദ്ധതിയും ദൈവിക അനുഗ്രഹങ്ങളും വാഗ്ദത്ത നന്മകളും കാണുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ കഷ്ടത്തിലും പ്രതിസന്ധികളിലും സന്തോഷിക്കുവാനും സമാധാനം അനുഭവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരും. അതിനെനിക്കിടയായിത്തീരണം എന്നാഗ്രഹിക്കുന്നവർ, എന്നെ അതിനുവേണ്ടി കർത്താവ് വിളിച്ചു വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു, ഞാൻ തനിച്ചല്ല, എന്നോടുകൂടെ കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരുമാറാകണമേ. ജനം വിടുവിക്കപ്പെടട്ടെ കർത്താവേ. കഷ്ടതകളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ, ഭാരങ്ങളുടെ, നെടുവീർപ്പുകളുടെ ഒക്കെ നടുവിൽ പതറിപ്പോകാതെ, തളർന്നു പോകാതെ, പിന്മാറിപ്പോകാതെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജയാളികളാകുവാൻ, കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ പിതാവെ സഹായിക്കുമാറാകണമേ. സമർപ്പിച്ച പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സൗഖ്യമായും വിടുതലുകളായും നന്മകളായും കർത്താവെ ചില പ്രത്യേക അനുഗ്രഹങ്ങളായും ഒക്കെ കൽപ്പിച്ച് അങ്ങയുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ, ആദരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ പകരുന്നതിനാൽ, ആ വിടുതൽ കൽപ്പിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. വലിയ മഹത്വം അങ്ങയ്ക്ക് ഉളവാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ജീവിതത്തെ സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക് സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. രക്ഷിപ്പാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവേ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. വരുവേ നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം
എല്ലാ ബലഹീനവും തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി വരുവേനി നല്ല സമയം പിതാവാകാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി നല്ല സമയം പിതാവാകാതെ യേശു വിളിച്ചിരുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിത്യരും ജീവപുസ്തകത്തിൽ ഉന്നയായി എഴുതിയിടുമേ. നിത്യരും ജീവപുസ്തകത്തിൽ ഉന്നയായി എഴുതിയിടും. വരുവേനി നല്ല സമയം പിതാവാകാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി നല്ല സമയം പിതാവാകാതെ യേശു വിളിച്ചിരുന്നു. കിട്ടിയ വീരം നിലം പൊരുളും കണ്ടിടുമോരുടയവരും. കിട്ടിയ വീരം നിലം പൊരുളും കണ്ടിടുമോരുടയവരും. കൊടുവിട്ടോനെ ജീവൻ പോയാ കൂടെ വരാതെ വേദനയുമേ. കൊടുവിട്ടോനെ ജീവൻ പോയാ കൂടെ വരാതെ വേദനയുമേ. വരുവേനി നല്ല സമയം പിതാവാകാതെ യേശു വിളിച്ചിരുന്നു. വരുവേനി വാനത്തിൻ കീഴേ ഭൂമിയിലേ വാനവനേശു നാമമെന്നേ. വാനത്തിൻ കീഴേ ഭൂമിയിലേ വാനവനേശു നാമമെന്നേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വരുമേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു